ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങാക്കായ കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മുരിങ്ങാക്കായൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കുക. എല്ലാതും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക. ചെറിയൊരു പീസ് മതി. 4 ചെറിയുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു പച്ചമുളക് ഇവ കട്ട് ചെയ്തെടുക്കാം. ഇനി കറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളകും വലിയ ജീരകവും കൂടെ പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളക്, ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചത്, പുളിവെള്ളം, മുരിങ്ങാക്കായ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ കറി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങാക്കായൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കായ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിലത്തെ മുരിങ്ങാക്കായ മാത്രമല്ല കേട്ടോ, ഇതിലത്തെ തക്കാളി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊന്നും കൂടെ തണുക്കുമ്പോൾ ഈ ഗ്രേവി ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.